എൻ്റെ പേര് ലക്ഷ്മിക്കുട്ടി. ഇതെൻ്റെ മകൻ ദർശൻ. ഞങ്ങൾ തൃശ്ശൂർ കുന്നംകുളത്ത് നിന്ന് വരുന്നു. ഈ ആൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ ഇവിടെ വരാൻ കാരണം, ഉടമ്പടി എടുക്കാൻ കാരണം എൻ്റെ അസുഖം മൂലമാണ്. എനിക്ക് ഡിസ്ക് ബൾജ് ചെയ്തിട്ട് വെയിൻ മടങ്ങി ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞതാണ്. എനിക്ക് ഓപ്പറേഷന് പേടിയായതുകൊണ്ട് പിന്നെ ഓപ്പറേഷൻ ചെയ്യാതെ ആയുർവേദത്തിലേക്ക് പോവുകയും അവിടെ വെച്ചാണ് അവിടുത്തെ സിസ്റ്ററാണ് ശ്രീല സിസ്റ്ററാണ് എനിക്ക് അമ്മയുടെ പത്രം തരികയും ചേച്ചി ഇവിടെ പ്രാർത്ഥിക്കൂ, ചേച്ചിയുടെ അസുഖമൊക്കെ മാറും എന്ന് പറയുന്നതും. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് ഞാൻ അമ്മയെ കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതും അമ്മയെ കൂടുതൽ അറിയുന്നതും. ഈശോനെ മുന്നേ എനിക്ക് അറിയാമെങ്കിലും അമ്മയെ എനിക്കറിയില്ലായിരുന്നു. അമ്മയുടെ പള്ളിയിലേക്ക് പോവാറില്ല, കണ്ടിട്ടുണ്ടെങ്കിലും പക്ഷെ അമ്മയെക്കുറിച്ച് കൂടുതൽ അറിയില്ലായിരുന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ അമ്മയെക്കുറിച്ച് അറിയാനും ഈശോനെക്കുറിച്ച് അറിയാനും ഉടമ്പടികളിലൂടെ എങ്ങനെ സത്യസന്ധമായി മുന്നോട്ട് പോകണം എന്നുള്ളതും എല്ലാം ഇവിടെ വന്നതിന് ശേഷം പഠിക്കാനും അതുപോലെ മുന്നോട്ട് പോകാനും സാധിച്ചു. എനിക്ക് പിന്നെ ഓപ്പറേഷനൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിച്ചു. അസുഖങ്ങളൊക്കെ മാറി, ഓപ്പറേഷനൊന്നും പിന്നെ വേണ്ടി വന്നില്ല. അതുപോലെ തന്നെ എൻ്റെ മകന് സർട്ടിഫിക്കറ്റിൻ്റെ കിട്ടാതെ 1.5 വർഷത്തോളമായിരുന്നു കിട്ടാതെയായിട്ട്. ഇവിടെ വന്നിട്ട് അമ്മയുടെ മുന്നിൽ ഉടമ്പടി വെച്ചതിൻ്റെ ഞങ്ങൾ ഒക്ടോബർ 13-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. കഴിഞ്ഞ ജനുവരി 22-ാം തീയതി വന്നിട്ട് ഞാൻ പുതുക്കി തിരിച്ചു പോകുന്ന സമയത്ത് എൻ്റെ ഉടമ്പടി കാശ് രൂപ ഇവിടെ നഷ്ടപ്പെടുകയുണ്ടായി. ഇവിടെ ഓഫീസിലേക്ക് വിളിച്ച് പിറ്റേ ദിവസം അന്വേഷിച്ചെങ്കിലും എനിക്ക് തിരിച്ച് കിട്ടിയില്ല. അപ്പം അതുകൊണ്ട് ഇന്ന് വന്നിട്ട് പുതിയ ഉടമ്പടി എടുക്കേണ്ടി വന്നു. പഴയ ഉടമ്പടി എനിക്ക് നഷ്ടപ്പെട്ടു. പുതിയ ഉടമ്പടിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇന്നാണ് പുതിയ ഉടമ്പടി എടുത്തത്. ഉടമ്പടി പുതുക്കി തിരിച്ച് പോകുന്ന വഴിക്ക് ട്രെയിനിൽ വെച്ചിട്ടാണ് എൻ്റെ മോൻ്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് എല്ലാം ശരിയായിട്ടുണ്ട്, പിറ്റേ ദിവസം ചെല്ലാൻ പറയുകയുണ്ടായി. ഇവിടെ എന്നൊക്കെ വന്നിട്ടുണ്ട്. അന്ന് തിരിച്ചു പോകുമ്പോൾ എനിക്ക് അത്രയും സന്തോഷമുള്ള കാര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളൂ. അമ്മയുടെ മുന്നിലും ഈശോൻ്റെ മുന്നിലും വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചതിന് എനിക്ക് ഒരുപാട് കാര്യങ്ങളിൽ എനിക്ക് നേട്ടങ്ങളേ ഉണ്ടായിട്ടുള്ളൂ. ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ചെറിയ മകനെ ടൂറ് പോകുമ്പോൾ അവർ ഊട്ടിയിലേക്ക് പോവുമായിരുന്നു. ബൈക്കിലാണ് പോയത്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിരുന്ന ഞാൻ ചൊല്ലാറുള്ള കൊന്ത അവൻ്റെ വണ്ടിയിൽ എനിക്കെന്തോ അതിൻ്റെ മുൻപൊക്കെ അവർ പോകുമ്പോൾ ഒന്നും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ആ സമയത്ത് എനിക്ക് അവന് ഈ കൊന്ത കൊടുക്കണം, വണ്ടിയിലിടണം എന്ന് എനിക്ക് തോന്നി. എൻ്റെ മനസ്സിൽ അമ്മ അങ്ങനെ തോന്നിപ്പിച്ചു. പല കാര്യങ്ങളിലും അമ്മ അങ്ങനെ തോന്നിപ്പിക്കാറുണ്ട്, അത് സത്യമായിട്ട് വരാറുമുണ്ട്. അപ്പോൾ അങ്ങനെ അത് ഇട്ട് അവൻ പോയിട്ട് ഊട്ടിയിലെത്തി. അവരിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മുന്നിലത്തെ വാഹനം പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇടുകയും ബാക്കിലൊരു കാറ് വന്നിട്ട് അവനെ ഇടിക്കുകയും അവരുടെ വണ്ടിയിൽ തട്ടുകയും ചെയ്തു. ഇവർ കുറച്ച് മേലേക്ക് പൊന്തിയിട്ട് അങ്ങനെ വണ്ടിയിലേക്ക് തന്നെ ഇരുന്നു. പക്ഷേ താഴേക്ക് വീഴുകയോ അല്ലെങ്കിൽ ഇവർക്ക് ബാലൻസ് കിട്ടാതിരിക്കുകയോ ഒന്നും ചെയ്തില്ല. അത് അമ്മ ഈശോ അവിടെ കാത്തു. അതുകൊണ്ടായിരിക്കാം എനിക്ക് അമ്മയുടെ ഇവിടുത്തെ കൊന്ത ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്ന അത്ര സത്യമുള്ള കൊന്ത എനിക്ക് കൊടുത്തു വിടാൻ തോന്നിപ്പിച്ചതും ഒക്കെ അമ്മയായിട്ട് തോന്നിപ്പിച്ചതാണ്. എൻ്റെ മകന് ഒരു പോറൽ പോലെ ഏൽക്കാതെ അപ്പോഴൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. വന്നു കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് എൻ്റെ അടുത്ത് പറയുന്നതും. പക്ഷേ എനിക്ക് ഭയങ്കര സമാധാനക്കേടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിച്ച് ചോദിക്കും, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പം ഇല്ല, കുഴപ്പമൊന്നുമില്ല, അവരൊന്നും പറഞ്ഞില്ല. പക്ഷേ തിരിച്ച് വന്ന് പിറ്റേ ദിവസമാണ് എൻ്റെ അടുത്ത് അമ്മ വിഷമിക്കണ്ടെന്ന് പറഞ്ഞിട്ട് മോനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്നുള്ള പറയുന്നതും. പിന്നെ ചെറിയ മോൻ കൃത്യമായിട്ട് പറയുകയും കൂടി ചെയ്തപ്പോൾ എത്ര നന്ദി പറഞ്ഞാലും അമ്മയോട് ഈശോനോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് വേറെയും ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്.
ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുകയാണ്. അവിടെ സ്കൂളിലുള്ളവർക്ക് വേണ്ടിയിട്ടും ഞാൻ ഒരുപാട് പേർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ പത്രം കൊടുക്കാൻ പോകുമ്പോൾ അവിടെയുള്ള പത്രം കൊടുക്കുന്ന ചേച്ചിമാർക്ക്, അത്രയും വയ്യാത്ത അവസ്ഥയിലുള്ളവർക്ക്, അവർക്ക് വേണ്ടിയിട്ടും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഒരു ചേച്ചി ഒട്ടും നടക്കാൻ പറ്റാണ്ട് ഒരു വശം തളർന്നിട്ട് കിടന്നിട്ടുള്ള ചേച്ചി, മക്കൾ പോലും ഉപേക്ഷിച്ച ഒരു ചേച്ചിയായിരുന്നു. അപ്പോൾ ആ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഞാൻ അമ്മയോട് ഒരുപാട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. മുട്ടിപ്പായിട്ട് അമ്മയോട് പ്രാർത്ഥിച്ചു. അവരെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കും. അവർക്കിപ്പോൾ മെല്ലെ പിടിച്ച് നടക്കാനും എല്ലാം പറ്റുന്നുണ്ട്. ഇനിയെല്ലാം പഴയ പോലെ ആയിട്ട് എനിക്ക് അവരെ കൊണ്ടുവരണം. എൻ്റെ കൂടെ വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലക്ഷ്മി എന്നെ കൊണ്ടുപോയാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഞാൻ ഉടമ്പടി പുതുക്കാൻ വേണ്ടി വരുമ്പോൾ, ജനുവരിയിൽ വരുമ്പോൾ, 22-ാം തീയതി വരുമ്പോൾ എൻ്റെ സ്കൂളിലത്തെ ഒരു ടീച്ചർ വന്നു, ഉടമ്പടി എടുത്തു. ഇപ്പം ഇന്ന് ഞാൻ പുതിയ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ എൻ്റെ കൂടെ ഒരു ഫാമിലിയും പിന്നെ വേറൊരു ചേട്ടനും വന്നു. അങ്ങനെ നമുക്ക് ഈശോയും അമ്മയും എത്രത്തോണ്ട് നമുക്ക് പുകഴ്ത്തി ചുമ്മാ പറയുകയല്ലല്ലോ, അത്രയും അനുഗ്രഹങ്ങളും അത്രയും കാര്യങ്ങൾ നമുക്ക് ഈശോയും അമ്മയും നേടി തന്നിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് ഈശോൻ്റെയും അമ്മയുടെയും അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. അതെനിക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ പോലെ തന്നെ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുന്നുണ്ട്, കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ചേച്ചിക്ക് വീട്ടിൽ ചെന്ന് കയറിയ അവർക്ക് താമസിക്കുമ്പോൾ അവർക്ക് അവിടെ ഒരു മറ പോലും ഇല്ല എന്ന് പറഞ്ഞു. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. പിന്നെ അനാഥാലയത്തിലേക്ക് പോയി, ക്രിസ്മസിൻ്റെ തലേദിവസം പോയി അവരെയൊക്കെ സന്ദർശിച്ചു. അവർക്ക് ബിരിയാണിയൊക്കെ വാങ്ങിച്ചു കൊടുത്തു. കിട്ടിയത് വിളിച്ചു പറയല്ല, കൊടുത്തത് വിളിച്ചു പറയല്ല. പക്ഷെ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാരുണ്യ പ്രവൃത്തികൾ ഇതല്ലാണ്ട് തന്നെ ഒരുപാട് മക്കൾക്ക് പോലും അറിയില്ല. വീട്ടിലൊന്നും ഞാൻ പറയാറില്ല. ആരെന്ത് ചോദിച്ചാലും അത് ഇപ്പോഴെല്ലാം മുൻപിൻ കൊടുക്കും. ഇപ്പോൾ ഒന്നും കൂടി അമ്മയുടെ ഈശോയുടെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കഴിവിൻ്റെ പരമാവധി നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനിയും കൂടുതൽ ചെയ്യണം. അതിന് അമ്മ എൻ്റെ മകന് നല്ലൊരു ജോലി തന്നിട്ട് അനുഗ്രഹിക്കും. അപ്പോൾ കൂടുതൽ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാൻ എനിക്ക് സാധിക്കും. ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി സമർപ്പിച്ചോളൂ. 89-ാം സങ്കീർത്തനം 28-29 തിരുവചനങ്ങൾ. എൻ്റെ കരുണ എപ്പോഴും അവൻ്റെ മേലുണ്ടായിരിക്കും. അവനോടുള്ള എൻ്റെ ഉടമ്പടി അചഞ്ചലമായി നിലനിൽക്കും. ഞാൻ അവൻ്റെ വംശത്തെ ശാശ്വതമാക്കും. ലക്ഷ്മിക്കുട്ടി എന്ന ഈ മകൾക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ മകനും തനിക്ക് തന്നെയും കുടുംബത്തിനും ലഭിച്ച വലിയ വലിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് പ്രത്യക്ഷീകരണ സാക്ഷ്യവുമായി പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ എന്നീ മകളും മകൻ ദർശനും കൂടി ഇവിടെ വന്നിരിക്കുന്നത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവരുടെ ജീവിതഭാരങ്ങൾ ലഘൂകരിച്ച് അവർക്ക് വലിയ സൗഖ്യവും സമാധാനവും നൽകിയതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ്. ലക്ഷ്മിക്കുട്ടി വളരെ നിഷ്കളങ്കമായി പ്രാർത്ഥിക്കുകയും ഈശോ വലിയ വലിയ അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ നടത്തുകയും അത്ഭുതങ്ങൾ ചെയ്യുകയും ചെയ്ത ഒരു വലിയ സാക്ഷ്യം നമുക്ക് കേൾക്കാൻ സാധിച്ചു. ലക്ഷ്മിക്കുട്ടിക്ക് ഡിസ്ക് ബൾജി വന്ന് വളരെയധികം വേദനയുടെ നടുവിൽ പലധികം ട്രീറ്റ്മെൻറ്റുകൾ ചെയ്ത്, ആയുർവേദം അങ്ങനെ പല ട്രീറ്റ്മെൻറ്റുകളും ചെയ്ത് അതെല്ലാം വൈദ്യശാസ്ത്രം കൈവിട്ടപ്പോഴാണ് ഒരു കൃപാസന പത്രത്തിലൂടെ അമ്മ ഇവിടെ എത്തുകയും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തത്. വളരെ പെട്ടെന്നായിരുന്നു ഈ മകളുടെ സൗഖ്യം എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. പരിശുദ്ധ അമ്മയോട് വളരെ സ്നേഹത്തോടുകൂടി പ്രാർത്ഥിച്ച് ഈശോയോടുള്ള ആ വിശ്വാസം ഏറ്റുപറഞ്ഞ് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി വളരെ പെട്ടെന്ന് ഈ മകൾക്ക് സൗഖ്യം ലഭിച്ചു എന്ന് ഏറ്റുപറയുന്നു. അതുപോലെ തന്നെ ആദ്യത്തെ പുതുക്കൽ കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ മകൻ്റെ എല്ലാ അക്കാഡമിക് ഡോക്യുമെൻറ്റ്സ് അവന് നഷ്ടപ്പെട്ടിരുന്നു. അവർ വളരെ ശക്തമായി പ്രാർത്ഥിക്കുകയും ഇവന് കൂടെയുള്ള മറ്റു കുട്ടികളുടെയും എല്ലാ ഡോക്യുമെൻറ്റുകളും വിത്തൽഡ് ആയിരുന്നു. പക്ഷേ ഇവർ പ്രാർത്ഥിച്ച് വളരെ ഉടനെ തന്നെ അവർ അവിടെ ചെന്ന്
ഇവിടെയുള്ള നേർച്ച വസ്തുക്കൾ കൈപിടിച്ച് പോയി അവർ പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് വളരെയധികം മനസ്താപം വളരെയധികം വിഷമം തോന്നി. അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇവരുടെ ഡോക്യുമെൻ്റ് കൈപ്പറ്റാനായിട്ട് അവർക്ക് സാധിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. എത്ര വലിയ ജീവിതത്തെ ഭാരപ്പെടുത്തുന്ന സംഗതികളായാലും പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മുൻപേ സഞ്ചരിക്കുന്നതായി നമുക്ക് ഓരോ സാക്ഷ്യത്തിലും കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ലക്ഷ്മിക്കുട്ടി പറയുകയുണ്ടായി, ഞാൻ എങ്ങോട്ടെങ്കിലും തിരിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടാകാൻ പോകുമ്പോൾ തന്നെ എനിക്ക് അമ്മയുടെ സ്വരം കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അതിന് മുന്നോടിയായി എനിക്ക് എന്തെങ്കിലും ചെയ്യാനും പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങളോട് ഉത്തരം പറയുവാനും റെസ്പോണ്ട് ചെയ്യാനും എനിക്ക് സാധിക്കുന്നുണ്ടെന്ന് ലക്ഷ്മിക്കുട്ടി ഏറ്റുപറയുകയാണ്. നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നത് പോലെ നഥാനയേലിനെ കണ്ട് ഈശോ പറയുന്നുണ്ട്, നിഷ്കളങ്കനായ ഇസ്രായേൽക്കാരൻ എന്ന്. ഈശോ അദ്ദേഹത്തോട് സ്വർഗം പോലും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. നീ സ്വർഗത്തിൽ മാലാഖമാർ കയറിയിറങ്ങുന്നതെല്ലാം നീ കാണും, സ്വർഗം കാണും, നിനക്കത് കാണാൻ സാധിക്കുമെന്നെല്ലാം ഈശോ നഥാനയേലിനോട് ഹൃദയവിശുദ്ധി ഉള്ളതുകൊണ്ടാണ് അങ്ങനെയൊരു വാഗ്ദാനം നൽകിയത്. ലക്ഷ്മിക്കുട്ടിയുടെ ഹൃദയവിശുദ്ധിക്ക് ഈശോ നൽകിയ വലിയ സമ്മാനങ്ങൾ, വളരെ നിഷ്കളങ്കമായ പ്രാർത്ഥനയ്ക്ക് ഈശോ ഉത്തരം നൽകുകയാണ്. ഈശോ തന്നെ അഷ്ടഭാഗ്യങ്ങളിൽ നമ്മോട് അരുളി ചെയ്യുന്നുണ്ട്, ഹൃദയശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ എന്തെന്നാൽ അവർ ദൈവത്തെ കാണും. ദൈവത്തെ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു വലിയ പ്രാർത്ഥനാ പദ്ധതിയാണ് ഉടമ്പടി നമ്മെ ക്രമീകരിക്കുകയും നമ്മെ ഈശോയിലേക്ക് അടുപ്പിക്കുകയും ഈശോയെ സ്നേഹിക്കുവാൻ നമ്മെ പഠിപ്പിക്കുകയും അമ്മ നിരന്തരം നമ്മെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു വലിയ പ്രതിഭാസത്തിന് ഈശോയ്ക്ക് അമ്മയ്ക്ക് നന്ദി പറയാം. ഈശോയും അമ്മയും ചേർന്ന് ഇവരുടെ കുടുംബത്തിന് പ്രാപിച്ചു കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ല ഒരു കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധാമ്മയ്ക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.